This video is sponsored by Car Care. മോട്ടോർ റേസിംഗ് എന്ന ഒരു സ്പോർട്ട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇതെല്ലാം തരണം ചെയ്യാനായിട്ട് റേസേഴ്സിന് ഹാർഡ് വർക്കും സ്കിൽസും ഡിറ്റർമിനേഷനും പിന്നെ കുറച്ച് മനോധൈര്യവും ഒക്കെ ആവശ്യം വരും. പക്ഷേ അർജുൻ മൈനി എന്ന ഒരു ഇന്ത്യക്കാരൻ പയ്യന് ഇതൊന്നും കൂടാതെ വേറെയും കുറച്ച് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ചെക്ക് ഇറ്റ്. ഇന്ന് നമ്മൾ അർജുൻ മൈനി എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ഈ വെല്ലുവിളികളോട് എല്ലാം എങ്ങനെ പോരാടി വൺ ഓഫ് ദ ബെസ്റ്റ് റേസേഴ്സ് എവർ ഫ്രം ഇന്ത്യ എന്ന ഈ ഒരു ടൈറ്റിലോട്ട് എങ്ങനെ എത്തി എന്ന് നോക്കാം. അർജുൻ ജനിച്ചത് ബാംഗ്ലൂരിലാണ്. റേസിംഗ് ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു അർജുൻ്റെ ജനനം. അർജുൻ്റെ അച്ഛൻ ഗൗതം മൈനി ഫോർമുല ഇന്ത്യ സിംഗിൾ സീറ്റർ സീരീസിൽ 1990s റേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഗൗതം മൈനിക്ക് റേസിംഗ് ഒരു കരിയർ പോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. പകരം ഒരു ബിസിനസ്സുകാരനായി മാറുകയായിരുന്നു. എന്നാൽ ഈ ഒരു റേസിംഗ് ഭ്രമം തൻ്റെ മകനിലേക്ക് അതുപോലെ പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. തന്നെ കൊണ്ട് പറ്റാഞ്ഞതെല്ലാം മകനിലൂടെ നേടിയെടുക്കണം എന്നൊരു വാശി ഗൗതം മൈനിക്ക് ഉണ്ടായിരുന്നു. അർജുൻ്റെ 5ാം വയസ്സിൽ ഗൗതം ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഒരു ഗോകാർട്ടായിരുന്നു. പിന്നീട് അർജുൻ്റെ 8ാമത്തെ വയസ്സിൽ അവൻ ഇന്ത്യക്ക് പുറത്ത് ഗോകാർട്ട് റേസിംഗ് ചാമ്പ്യൻഷിപ്സിൽ വിൻ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യക്ക് പുറത്ത് ഗോകാർട്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന ഈ ഒരു റെക്കോർഡും ഇന്നും അർജുൻ്റെ പേരിലാണ്. നമ്മുടെയൊക്കെ 8ാം വയസ്സിൽ നമ്മൾ NFS പോലുള്ള റേസിംഗ് ഗെയിംസ് കളിച്ചുകൊണ്ട് നടന്ന പ്രായത്തിലാണ് ഒരു പയ്യൻ റിയൽ ലൈഫ് റേസസ് വിൻ ചെയ്തതെന്ന് ഓർക്കണം. അർജുൻ പിന്നീട് കാർട്ട് റേസിംഗിൽ നിന്നൊക്കെ മാറി ബ്രിട്ടീഷ് റേസിംഗ് ഡ്രൈവേഴ്സ് ക്ലബ് BRDCയിലെ ജൂനിയർ റേസിംഗ് സീരീസിൽ പങ്കെടുത്തു. പിന്നീട് അവിടുന്ന് തൻ്റെ ഹാർഡ് വർക്കും ടാലൻറ്റും ഒക്കെ കൊണ്ട് ബ്രിട്ടീഷ് F4 മത്സരിച്ചു. അവിടെ വെച്ച് ഇന്നത്തെ മെർസിഡസ് AMGയുടെ F1 ഡ്രൈവറായ ജോർജ് റസലിനോട് 2ാമതായി ഫിനിഷ് ചെയ്യേണ്ടി വന്നു. അന്ന് വെറും 3 പോയിന്റിനാണ് അർജുൻ 2ാം സ്ഥാനത്ത് എത്തിയത്. തൻ്റെ ഈ ഒരു റേസിംഗ് മികവ് കൊണ്ട് അർജുന് F3യിലും ഗ്രാൻഡ് പ്രീ 3യിലുമൊക്കെ റേസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. ഗ്രാൻഡ് പ്രീ 3യിൽ പോൾ പൊസിഷൻ അല്ലെങ്കിൽ മുൻപിൽ നിന്ന് റേസ് ചെയ്യാനുള്ള അവസരം തുടർച്ചയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും 2018 ഗ്രാൻഡ് പ്രീ 3യിൽ ബാഴ്സലോണയിലെ ഒരു റേസിൽ 1ാമതെത്തുകയും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 9ാമത് ഫിനിഷ് ചെയ്ത് അർജുൻ തൻ്റെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. അങ്ങനെ 2018 അർജുൻ F2വിൽ റേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ട്രൈഡന്റ് റേസിംഗുമായി അർജുൻ കോൺട്രാക്റ്റിലും എത്തി. അവിടെ തൻ്റെ പാർട്ട്ണറായിരുന്നു സന്റീനോ ഫെറൂച്ചി. സന്റീനോ ഫെറൂച്ചിയെ പറ്റി പറയാനാണെങ്കിൽ റേസിംഗിൽ നല്ല ടാലൻ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി വരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളതിൻ്റെയും ഒക്കെ ഒരു അഹങ്കാരം സാന്റീനോ ഫെറൂച്ചിക്ക് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഫെറൂച്ചിയും അർജുനും നല്ല റേസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ബാക്കുവിലെ F2വിൽ രണ്ടുപേരും നല്ല പോലെ പെർഫോം ചെയ്തു. അന്ന് അർജുൻ 5ാമതും ഫെറൂച്ചി 6ാമതും ഫിനിഷ് ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര നല്ല കാര്യങ്ങളല്ല സംഭവിച്ചത്. I swear, you guys don't support me at all. I do everything, every podcast, every session. You can't do this to me, mate. I have no power out of the corner. Why doesn't anybody believe me? I don't race the championship anymore. 2018 ഫ്രാൻസ് F2വിൽ അർജുൻ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിഷമത്തിൽ തൻ്റെ കാറിൻ്റെ പവർ കുറവാണ് എന്ന് തൻ്റെ ടീമിനോട് വയർലെസ് വഴി കരഞ്ഞു പറയുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും. ഈ ഒരു മൊമെൻ്റ് ആയിരുന്നു അർജുൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. ഫെറൂച്ചിക്ക് അർജുനേക്കാൾ മുമ്പിലെത്താൻ തൻ്റെ ടീമിലെ കുറച്ചു പേർക്ക് പണം നൽകി അർജുൻ്റെ കാറിൻ്റെ എൻജിൻ പവർ കുറപ്പിച്ചതാണെന്ന് ഒരു വാർത്ത അവിടെ കത്തിപ്പടർന്നു. വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ എന്ന് അർജുൻ കരഞ്ഞുകൊണ്ട് വയർലെസ് വഴി സംസാരിക്കുന്നു. തൻ്റെ ഈ പരാതി കേട്ടിട്ട് ടീം വേണ്ട പോലുള്ള നടപടികൾ എടുക്കാത്തതും ഈ വാർത്ത കൂടുതൽ മോട്ടോർ സ്പോർട്ട് ആരാധകർ ഏറ്റെടുക്കാൻ ഇടയാക്കി. പിന്നീട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയാൻ FIA അന്വേഷിച്ചപ്പോൾ അർജുൻ്റെ കാറിൻ്റെ എൻജിൻ പവർ കുറവായിരുന്നു എന്നും അത് പ്രോപ്പർ ഡ്രൈവിംഗ് കണ്ടീഷനിൽ അല്ലെന്നും അവർ കണ്ടെത്തി.
ഉടൻ തന്നെ അർജുൻ്റെ കാറിന് പുതിയ എഞ്ചിൻ റീപ്ലേസ് ചെയ്യാൻ FIA ഉത്തരവിട്ടു. എന്നാൽ അന്ന് ഇത് ഫെറൂച്ചിയാണ് ചെയ്തത് എന്നതിനുള്ള മതിയായ തെളിവുകൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഈ ഒരു പ്രശ്നത്തിന് ശേഷം സിൽവർസ്റ്റോൺ റേസിംഗിൽ ഫെറൂച്ചി മനഃപൂർവ്വം അർജുൻ്റെ കാറിലേക്ക് ഇടിച്ച് ട്രാക്കിന് വെളിയിൽ കളയുന്നതാണ് കാണാൻ കഴിയുന്നത്. ഒരേ ടീമിലെ 2 ഡ്രൈവർമാർക്കിടയിലുള്ള അഗ്രഷൻ F1ലും മറ്റ് റേസിംഗ് ഇവൻസിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അർജുനോടുള്ള തീർത്താൽ തീരാത്ത പ്രൊഫഷണൽ ജലസിയും ബുള്ളിങ്ങും ഒക്കെയാണ് ഈ ഒരു പെരുമാറ്റത്തിലൂടെ പുറത്തു വന്നത്. ഫെറൂച്ചിയുടെ ഈ ഒരു പെരുമാറ്റത്തിന് FIA ഫൈനും 4 റേസ് ബാനും സിൽവർസ്റ്റോൺ റേസിംഗിൽ നിന്ന് ഫെറൂച്ചിയെ ഡിസ്ക്വാളിഫൈയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കിട്ടിയിട്ടും ലവ അടങ്ങിയില്ല. വീണ്ടും അർജുനോടുള്ള ബുള്ളിങ് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു റേസിൽ സപ്പോർട്ട് പാഡക്കിൽ നിന്ന് റേസിംഗ് പിറ്റ് ലൈനിലേക്ക് ഫെറൂച്ചിയെ ഒരു കൈയിൽ സ്റ്റിയറിങ്ങും മറ്റേ കൈയിൽ ഫോണുമായിട്ട് പോകുന്നത് ഒരു ടെക്നിക്കൽ ഡെലിഗേറ്റ് കണ്ടു. ഈ വിവരം ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും ടെക്നിക്കൽ ആൻഡ് സ്പോട്ടിംഗ് റൂൾസ് വയലേറ്റ് ചെയ്തതിന് $6000 പിഴ കിട്ടി. ഇതൊക്കെ ബാക്കിയുള്ളവർക്കൊരു ഭീമൻ തുകയായിരുന്നുവെങ്കിലും ഫെറൂച്ചിയെ പോലൊരു റിച്ച് കിഡിന് അത് നിസ്സാരമായ ഒരു തുകയായിരുന്നു. പിന്നീട് സാന്റിനോയുടെ അച്ഛനും കൂടി ചേർന്ന് അർജുനെ കളിയാക്കുന്നതും ബ്രൗൺ സ്കിൻ ആയതിൻ്റെ പേരിൽ റേസിസവും ഒക്കെ തുടർന്നു. അങ്ങനെ ഒടുവിൽ ട്രൈഡന്റ് ഫെറൂച്ചിക്കെതിരെ രംഗത്ത് വന്നു. ഫെറൂച്ചിയെ ടീമിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അർജുനും അർജുൻ്റെ ഫാമിലിക്കും തങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്പോളജിയും ഒക്കെ നേർന്നു. ട്രൈഡന്റ് ഇങ്ങനെയൊക്കെ ചെയ്തത് അർജുനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ആദ്യമൊക്കെ ഫെറൂച്ചിയുടെ ഈ ചെയ്തികളെ എല്ലാം സൈലൻ്റായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ട്രൈഡന്റ് പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുമല്ലോ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴത്തേക്കാണ് ഫെറൂച്ചിക്കെതിരെ ഇങ്ങനൊരു നടപടി എടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഫെറൂച്ചിയെ പിന്നീട് ആരും F2 റേസിംഗ് കണ്ടിട്ടില്ല. ഇപ്പം ഇൻഡി റേസിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മച്ചാൻ. അങ്ങനെയെങ്കിലും പുള്ളി ഒന്ന് നന്നായാൽ മതിയായിരുന്നു. ഇതിനൊക്കെ ശേഷം നമ്മുടെ അർജുൻ ഹാസിൻ്റെ F1 ടീമിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് ഡ്രൈവറായി സെലക്ട് ചെയ്യപ്പെട്ടു. പക്ഷേ 2019 ക്യാമ്പസ് റേസിംഗിലെ മോശം പെർഫോമൻസിനെ തുടർന്ന് F2 റേസസിൽ നിന്ന് അർജുൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായി തീരുമാനിച്ചു. പകരം GT ആൻഡ് എൻഡുറൻസ് റേസിംഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി 2019 24 hours ഓഫ് ലെമാൻസിൽ അർജുൻ പങ്കെടുത്തു. 2021 ഇതിനു മുൻപ് ഒരു ഇന്ത്യക്കാരനും നേടാൻ പറ്റാത്തൊരു കാര്യം അർജുൻ നേടി. DTM സീരീസിൽ നെർബർഗ്രിംഗ് സർക്കിട്ടിലെ പോൾ പൊസിഷൻ സെക്യൂർ ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റേസ് ട്രാക്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവേഴ്സായിട്ട് മത്സരിച്ച് ഒന്നാമതെത്തി പോൾ പൊസിഷൻ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അർജുൻ മേനിയെ പോലൊരു പയ്യൻ ഇങ്ങനത്തെ പ്രതിസന്ധികളെ ഒക്കെ നേരിട്ടിട്ടും തളരാതെ ഇത്രയുമൊക്കെ കാര്യങ്ങൾ നേടിയതുപോലെ ഭാവിയിൽ ഇനിയും നല്ല നല്ല ഇന്ത്യൻ ടാലൻസ് F2ലും F1ലും ഒക്കെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കഴിവാണ് കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ആൻഡ് ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും. നമ്മുടെ കാർ എന്നെന്നും ഷോറൂം ഫിനിഷിംഗിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കാർ കെയർ ഇസ് യുവർ ബെസ്റ്റ് ചോയ്സ്. 22 വർഷത്തിലധികമായി കാർ ഡീറ്റെയിലിംഗ് രംഗത്തെ ബെസ്റ്റ് കാർ ഡീറ്റെയിലേഴ്സ് ആണ് കാർ കെയർ. ഓൾസോ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസും കാർ കെയറിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വെയിറ്റ്, പ്ലീസ് ചെക്ക് ഔട്ട് കാർ കെയർ, ദ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ.